ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ കുക്കീസ് ഉണ്ടാക്കാൻ പോകാനുണ്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്, നമുക്കിടാം. നെക്സ്റ്റ് 1/2 കപ്പ് ജാഗ്രി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കാരണം ഞാനിവിടെ ചെറിയ ജാഗ്രിയാണ് യൂസ് ചെയ്തത്. അല്ലാതെ ജാഗ്രി പൗഡർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ആഡ് 1 കപ്പ് ഓഫ് ആട്ട. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നോക്കാം, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ 1 കപ്പ് ഓഫ് ഓട്സ് കൂടി ആഡ് ചെയ്യണേ. ഓട്സ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ. പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ചോക്ലേറ്റ്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. കുട്ടികൾക്കായതുകൊണ്ട് ഞാനതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഷുഗർ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത് തന്നെ മതി. ജാഗ്രി ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു മധുരം മതിയായിരിക്കും. കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ചോക്ലേറ്റ് ചിപ്സ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ, ഈസിയാണ്. എൻ്റെ കയ്യിലുള്ളത് ചോക്ലേറ്റ് ബാറാണ്. അപ്പോൾ നമ്മൾ ജാഗ്രിയൊക്കെ ചീകി ഇടുന്നത് കൊണ്ട് നമ്മളൊരു കത്തി യൂസ് ചെയ്ത് ചീകി ഇടാൻ പോവാണ്. ഫ്രീസറിൽ നിന്ന് എടുത്തതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് പാല്, അത് നമ്മുടെ ഒരു ബട്ടറൊക്കെ ആഡ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. ഒത്തിരി പാലായി ഇതങ്ങ് ലൂസായി പോകാനും പാടില്ല. ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ പാല് ആഡ് ചെയ്യാം. ഇനി ഞാനിത് കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോകണേ. കുഴച്ച് ഒരു ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റുന്ന പരുവത്തിലേ നമ്മൾ പാലൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ എടുക്കുക കേട്ടോ, ഇതുപോലെ അതിലേക്ക് ഇതുപോലെ വെക്കുക. ഇനി നമ്മളിത് പരത്തി കൊടുക്കണം. നല്ല തിന്നായിട്ട് പരത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് തിക്നെസ് കൂടിയാണ് നിങ്ങൾ പരത്തുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുപോലെ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. നല്ല തിന്നായിട്ട് തന്നെ പരത്താനായിട്ട് നോക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ കൂടി ഇടണം. കണ്ടില്ലേ, അതേ സൈസിലുള്ള ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തി റോളർ എടുക്കുക, പരത്തുക, അത്രേ ഉള്ളൂ. എൻ്റെ കയ്യിൽ പിസ്സ കട്ടർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക, കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇടുക, വീണ്ടും ബട്ടർ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ സ്ലൈസസ് ആയിട്ട് ഇതിനകത്തോട്ട് എടുത്ത് വെക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിനി ഇത് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാൻ പോകാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഒരു 12 to 15 മിനിറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ആ പരത്തുമ്പം വളരെ തിന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റുവാണെങ്കിൽ ഒരു 12 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുക്കി ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ കുക്കീസൊക്കെ നമുക്ക് കുപ്പിയിലിട്ട് വെക്കാം. ടേസ്റ്റിയാണോ? ആണോ? നല്ലല്ലേ?